നമ പാർവതീപതേ. കേദാരഖണ്ഡത്തില് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഊഖി മഠ്. അപ്പോൾ ഈ ഊഖി മഠ് എന്ന് പിന്നീട് പ്രാദേശിക ഭാഷയിൽ വന്നതാണ്. അപ്പോൾ ഊഷാ മഠ് എന്നാണ് ശരിക്കും. ഉഷാമഠം ആണ്, അതായത് ബാണാസുരൻ്റെ മകളായിരിക്കുന്ന ഉഷ. ആ ഉഷാദേവിയും അനിരുദ്ധനും തമ്മിൽ വിവാഹം നടന്നതായിട്ടുള്ള മണ്ഡപമാണ് ഇവിടെ ഇതിനകത്തുള്ളത്. പിന്നെ ഓംകാരേശ്വരനായിട്ട് ദർശനം നൽകിയ സ്ഥാനമാണ് ഈ ഊഖി മഠം. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കേദാറിൽ 6 മാസം മാത്രമേ പൂജയുള്ളൂ. 6 മാസം കേദാര ക്ഷേത്രം മഞ്ഞിന് മൂടിക്കിടക്കും. ആ സമയത്ത് കേദാരേശ്വരനെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കും. ആഘോഷത്തോടു കൂടി എഴുന്നള്ളിച്ച് ഇവിടെ ഈ കാണുന്ന ഈ മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് അകത്ത് ഒന്ന് കൊണ്ടുപോയി നേരെ അകത്തൊരു മണ്ഡപമുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. ആ മണ്ഡപത്തിലാണ് പിന്നീട് 6 മാസം പൂജാതി കാര്യങ്ങൾ, കേദാരേശ്വരന്റെ പൂജാതി കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ കേദാരക്ഷേത്രം തുറക്കാറായി കഴിഞ്ഞാൽ ഇവിടുന്ന് അതേപോലെ ആഘോഷത്തോടു കൂടിയിട്ട് തിരിച്ച് കൊണ്ടുപോകും. അപ്പൊ ഈ സ്ഥാനത്തിന്റെ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഉഷ അനിരുദ്ധന്മാരുടെ വിവാഹം നടന്നതായിട്ടുള്ള ഒരു സ്ഥാനം, ബാണാസുരൻ മഹാദേവരെ ഭജിച്ചതായിരിക്കുന്ന സ്ഥാനം, ബാണാസുരന് മഹാദേവന് ദർശനം നൽകിയതായിട്ടുള്ള സ്ഥാനം, അതിന് പുറമെ രാജർഷിയായിരിക്കുന്ന മാന്ധാതാവ്, ആ മാന്ധാതാവിന് ഭഗവാൻ ഓംകാരേശ്വരനായിട്ട് ദർശനം നൽകിയതായിട്ടുള്ള സ്ഥാനം കൂടിയാണ് ഇത്. അപ്പോൾ ഓംകാരേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത്. ഓംകാരം ബ്രഹ്മത്തിന്റെ ഒരു പ്രതീകം, ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തെയാണ് സത്യത്തിൽ ഇവിടെ പൂജിക്കുന്നത് എന്ന് അർത്ഥം. ഹര ഹര നമ പാർവതീപതേ.